ശബരിമലയിലെ പൊന്ന് അത് അടിച്ചു മാറ്റാൻ ഒരു ഗവൺമെൻറ് സിസ്റ്റം സപ്പോർട്ട് കൊടുക്കുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ സഖാവെങ്കിലും ധരിച്ചു കാണും അവരുടെ ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുൾപ്പെടെയുള്ള അഴിമതികൾ മാറ്റി നിർത്താൻ പറ്റില്ല. മയക്കുമരുന്ന് കേരളത്തിൽ ഇതുപോലെ സ്പ്രെഡായ ഒരു കാലഘട്ടമില്ല. നിങ്ങൾ ഓരോ മീഡിയാസും വരെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്യാമ്പയിൻ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടി വന്നു. ഇപ്പം സിസ്റ്റം കർട്ടൈൻ ചെയ്യേണ്ട, ഇതിനെ നിലക്ക് നിർത്തേണ്ട കാര്യങ്ങളിൽ ദയനീയമായിട്ട് പരാജയപ്പെടുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, സജീവമായ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അഴിമതി അതും വ്യാപകമായതിൻ്റെ പ്രയാസങ്ങൾ. ഇപ്പോൾ ശബരിമല മാറ്റി നിർത്തിയാൽ എന്ന് പറയുന്നത് ശരിക്കും മാറ്റി നിർത്താൻ നമുക്ക് കഴിയുമോ? ശബരിമലയിൽ പോയി ഒരു ഭരണ സംവിധാനം അഴിമതി നടത്തുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പം പെൻഷൻ പോലും ഞാൻ ഒരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ഇങ്ങനൊരു വർധനവ് പ്രഖ്യാപിച്ചിട്ട് അതൊരു എലക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്ന് ചിന്തിക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതല്ലാത്ത കാലയളവിൽ ഇപ്പോൾ വേണ്ട ക്ഷേമനിധികളുടെ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പൈസയാണ് ആളുകൾക്ക് കൊടുക്കാൻ പെൻഡിങ് ആയിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ ആശാ വർക്കർമാർ പോലും അവരൊരു നീതിക്ക് വേണ്ടി എത്ര നാളാണ് അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അലഞ്ഞത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾക്ക്, ക്രമസമാധാന പാലനത്തിന്, എണ്ണി പറയാൻ നിരവധിയായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളുണ്ട്.